മകളുടെ വിവാഹം കഴിഞ്ഞപ്പോൾ ഭാര്യ ആരുടെ കൂടെ ഒളിച്ചോടിപ്പോയി. അന്വേഷിക്കാനൊന്നും എനിക്ക് തോന്നിയില്ല. പകരത്തിന് പകരമായി ഞാൻ വീണ്ടും കെട്ടാൻ തീരുമാനിച്ചു. നേരെ ചൊവ്വെ പ്രേമിക്കാൻ അറിയാത്തത് കൊണ്ട് വിവാഹദല്ലാൽ സുഗുണനെ അങ്ങനെയാണ് ഞാൻ സമീപിക്കുന്നത്. അവൻ്റെ ഓഫീസിലെ സുന്ദരിയായ പെണ്ണ് എൻ്റെ വിവരങ്ങളെല്ലാം കമ്പ്യൂട്ടറിൽ കുറിക്കാനായി ചോദിച്ചു. പേര് ഗംഗാധരൻ, വയസ്സ് ഈ ചിങ്ങത്തിൽ 50. അന്ന് രാത്രിയിൽ വരാൻ പോകുന്ന അജ്ഞാതയായ വധുവിനെ സ്വപ്നം കണ്ടാണ് ഞാൻ ഉറങ്ങിയത്. പക്ഷെ ഉണർന്നപ്പോൾ പതിവ് പോലെ കുമാരിയെ എന്ന് വിളിച്ച് ഞാൻ ഉണർന്നുപോയി. കഴിഞ്ഞ 6-7 മാസമായി ഇങ്ങനെയാണ്. ഓരോ ഉണർവിലും ഒളിച്ചോടിപ്പോയ മുൻ ഭാര്യയെ തന്നെ ഞാൻ ഓർക്കും. കുടുംബത്തിന് വേണ്ടി ജീവിച്ച എന്നോട് അവളിങ്ങനെ ചെയ്തല്ലോ എന്ന് ചിന്തിച്ച് തലവേദനിക്കും. അത് മനസ്സിൻ്റേതാണെന്ന് മനസ്സിലാക്കുമ്പോൾ വീണ്ടും കിടക്കും. കണ്ണുകൾ അടിച്ചുറങ്ങാതെ വെറുതെ കിടക്കും. ഒരിക്കൽ പോലും തനിക്ക് ഈ വീട്ടിൽ ഒരു കുറവുണ്ടെന്ന് കുമാരി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ വാക്കുകളെ ധിക്കരിക്കുകയോ അനിഷ്ടം പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പതിയെ സംസാരിക്കുന്ന പഞ്ചപാവമായിരുന്നു അവൾ. ഞാനെടുത്ത് തലോടുമ്പോൾ മിണ്ടാതെ ചുരുളുന്ന ഒരു പൂച്ചയെപ്പോലെ. ആ പൂച്ച ഇങ്ങനെയൊരു കലം എൻ്റെ നെഞ്ചിലുടച്ച് മറ്റൊരാളുടെ കൈകോർത്ത് പോകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഏതായാലും മകളുടെ വിവാഹം കഴിഞ്ഞിട്ടാണല്ലോ അവൾക്ക് ഈ ബുദ്ധി വന്നത്. അല്ല, അതിനുവേണ്ടി കാത്തിരുന്നതോ? ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചിട്ട് എന്ത് കാര്യം? എന്തായാലും കുമാരി പോയി. അവളിനിയില്ല. ഞാൻ ഈ വീട്ടിൽ തനിച്ച് തന്നെ. വേറെ പെണ്ണ് കെട്ടണം. എൻ്റെ തലവെട്ടം കണ്ടാൽ പരിഹസിക്കുന്ന നാട്ടുകാരുടെ മുന്നിലൂടെ അവളെയും പിടിച്ച് നടക്കണം. കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമുക്കിന്നൊരിടം വരെ പോകാമെന്ന് പറയാൻ വേണ്ടി സുഗുണൻ വിളിച്ചു. പെണ്ണു കാണലാണത്രേ. ഞാൻ നന്നായി ഒരുങ്ങി. എത്ര പൗഡർ വാരി പൊത്തിയിട്ടും എൻ്റെ മുഖത്തൊരു ജീവനില്ല. എങ്ങനെ ഉണ്ടാകും? കുമാരിയും മോളുമായിരുന്നില്ലേ ഉണ്ടെന്ന് ധരിച്ച ആ ജീവൻ? അത് പോയില്ലേ? ഗംഗാധരേട്ടാ, വേറെ കെട്ടൻ പോണെന്ന് കേട്ടു. ഉള്ളതാണോ? വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ അയലത്തെ ശശാങ്കൻ തൻ്റെ പല്ലു തേപ്പിനിടയിൽ നിന്ന് നീട്ടി ചോദിച്ചു. ഓള് പോയെന്ന് കരുതി ജീവിക്കാതിരിക്കാൻ പറ്റുമോ? നിന്റെ ഒഴുക്ക് സുഖം തന്നെയല്ലേ ശശാങ്ക? പിന്നെ അവനൊന്നും മിണ്ടിയില്ല. മറ്റൊരാളിൽ കണ്ടെത്തുന്ന ഉപേക്ഷിക്കപ്പെടലുകളുടെ കഥകളെല്ലാം നമുക്ക് തമാശയാണ്. ശരിയാണ്. പണ്ട് ചെത്തുകാരൻ ഗോപാലൻ്റെ ഭാര്യ വാറ്റുകാരൻ രഘുവിൻ്റെ കൂടെ പോയതറിഞ്ഞ് ചിരിച്ചവരിൽ ഞാനും ഉണ്ടായിരുന്നു. മറ്റൊരുത്തൻ്റെ മുറിവുകളിൽ ഇക്കിളി കണ്ടെത്തി ചിരിക്കുന്നവരാണ് ലോകത്തിൽ കൂടുതലെന്ന് എനിക്ക് അന്ന് തോന്നിപ്പോയി. എല്ലാത്തിലുപരി എത്ര വേഗത്തിലാണ് ഒരാളുടെ രഹസ്യം നാട്ടിൽ പാട്ടാകുന്നത്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ പുറപ്പെട്ടത്. സുഗുണനെ കണ്ടു. കൃത്യനേരത്ത് പെണ്ണിൻ്റെ വീട്ടിലുമെത്തി. അവിടെ നിന്ന് കുടിച്ച ചായയും കടിച്ച ജിലേബിയും കണ്ട പെണ്ണിനെയും എനിക്കിഷ്ടപ്പെട്ടു. ഊർമിള എന്ന പേരിൽ തന്നെ ഉന്മേഷമുണ്ട്. ആദ്യ ഭാര്യ കുമാരിയേക്കാളും ചന്തവുമുണ്ട്. പ്രായവും കുറവാണ്. അവൾക്കും ബോധിച്ചെന്നറിഞ്ഞപ്പോൾ വിവാഹം വളരെ പെട്ടെന്നായിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. എല്ലാവർക്കും സമ്മതം. തീരുമാനിച്ചതുപോലെ വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ എൻ്റെ 2ാം വിവാഹം കഴിഞ്ഞു. ഊർമിളയുമായി ഉറങ്ങാനുള്ള മണിയറയിൽ ഞാൻ ഉണർന്നിരുന്നു. ഒരു ഗ്ലാസ് പാലുമായി വൈകാതെ അവൾ വരുകയും ചെയ്തു. ഇനി എൻ്റെ ജീവനും താളവും നീയാണെന്ന് പറഞ്ഞ് ഊർമിളയിലേക്ക് ഞാൻ ഊർന്നു വീഴുകയായിരുന്നു. പരസ്പരം കെട്ടിപ്പിടിച്ച് കിതച്ചതുകൊണ്ട് ക്ഷീണത്തോടെയാണ് പിറ്റേന്ന് ഞാൻ ഉണർന്നത്. പതിവ് പോലെ കുമാരി എന്ന് തന്നെ ഞാൻ നീട്ടി വിളിച്ചു. അത് കേട്ട് അരിശം കൊണ്ട് ഊർമിള അപ്പോൾ തന്നെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഓള് തന്നെയാ? അല്ല, നാക്കിലേ ഉള്ളൂ. അത് കേട്ടപ്പോൾ ഊർമിളയ്ക്ക് ഇത്തിരി സമാധാനമായി. വർഷങ്ങളായുള്ള ശീലം മറക്കാനാകാത്ത എൻ്റെ നാക്കിനെ തല വല്ലാതെ കുറ്റപ്പെടുത്തി. വിട്ടുപോയവർ തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും അവരുമായി പങ്കിട്ടതെല്ലാം ജീവനിൽ നിന്ന് എത്തി നോക്കുന്നത് എനിക്കൊരു പുതിയ അറിവായിരുന്നു. ശേഷിക്കുന്ന ആയുസ്സിൻ്റെ നാളുകളിൽ കുമാരിയേക്കാളും കൂടുതൽ ഊർമിളയുമായി ഒട്ടി നിൽക്കാൻ തന്നെയായിരുന്നു എൻ്റെ പ്രാർത്ഥന. അതിനായുള്ള ഓരോ ശ്രമവും വൻ പരാജയമായിരുന്നു. ഞാൻ മനസ്സിലാക്കിയ സ്നേഹത്തിൽ നിന്ന് എത്രയോ ദൂരത്താണ് ഊർമിളയെന്ന് എനിക്ക് തോന്നി. കുമാരിയെ താണ്ടിയാൽ മാത്രം എത്തിപ്പെടുന്ന അകലമാണതെന്നും തോന്നുന്നു. അല്ലെങ്കിൽ ഈ ഭൂമിയിൽ എത്രത്തോളം മനുഷ്യരുണ്ടോ അത്രത്തോളം സ്നേഹവും ഉണ്ടാകണം. പരസ്പരം പൊരുത്തപ്പെടുമോ പൊട്ടിപ്പോകുമോ എന്നൊക്കെ ആ സ്നേഹസങ്കല്പത്തിലെ സമാനതകൾക്ക് അനുസരിച്ചായിരിക്കും. പ്രതീക്ഷിച്ചതുപോലെ രംഗം ആവർത്തിച്ചു. ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ഒരു ഒഴിവുനാളിൽ തനിക്കും അടുത്തെന്ന് പറയാൻ ഊർമിള എന്നെ തട്ടി വിളിക്കുകയായിരുന്നു. ശേഷം അവൾ ഇറങ്ങിപ്പോയി. കാരണമായിരുന്നു എന്നെ ഞെട്ടിച്ചു കളഞ്ഞത്. ഞാൻ അവളുടെ ഇഷ്ടങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല പോലും. ഭാര്യ എന്നാൽ വീട്ടുജോലിക്കാരി അല്ല പോലും. കാമകാര്യ സാധ്യത്തിന് മാത്രമാണ് കിടപ്ര എന്ന ചിന്താഗതിക്കാരനാണത്രേ ഞാൻ. ഒരു സ്നേഹസല്ലാപങ്ങൾക്കും എന്നെ കിട്ടാറില്ല പോലും. ഊർമിളയുടെ ശബ്ദത്തിന് അത്രയ്ക്കും കനമുണ്ടായിരുന്നത് കൊണ്ട് എതിർക്കാൻ എനിക്ക് സാധിച്ചില്ല. എല്ലാ അർത്ഥത്തിലും പരാജയമാണെന്ന തലത്തിൽ തല അറിയാതെ കുനിഞ്ഞുപോയി. ഞാൻ എന്തു പറഞ്ഞാലും പതിയെ സംസാരിക്കുന്ന
എൻ്റെ വാക്കുകൾ ഇറങ്ങിപ്പോകും വരെ ധിക്കരിക്കാതിരുന്ന കുമാരിയായിരുന്നു ആ നേരം മനസ്സിൽ. രണ്ടുപേർക്കും കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. ഒരാൾ പറഞ്ഞു, മറ്റൊരാൾ പറഞ്ഞില്ല. രണ്ടുപേരും പോയി. തിരുത്താനുള്ള അവസരം പോലും അവരെനിക്ക് തന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടമുണ്ട്. പക്ഷെ എനിക്ക് ചിരിക്കാനാണ് തോന്നിയത്. രണ്ടുപേർ വിട്ടുപോയെന്ന് കരുതി ചാകാൻ പറ്റുമോ? ഞാൻ നന്നായി ചിരിച്ചു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എൻ്റെ തലവെട്ടം കണ്ടാൽ പരിഹസിക്കുന്ന നാട്ടുകാരുടെ മുന്നിൽ ജീവിക്കാൻ എനിക്ക് ചിരിച്ചല്ലേ മതിയാകൂ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.